ലൈൻമാൻ ശിവകുട്ടി പോക സാറിന് ഞങ്ങൾ എവിടെല്ലാം തിരക്കെന്നറിയാവോ? തക്ക സമയത്ത് തന്നെ വന്നു. സന്തോഷായിട്ടോ. ഞാൻ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ്. ഞാൻ ബാസു, തുറപ്പം ബാസു എന്ന് പറയും. അങ്ങനെയും പറയും. കവലയിൽ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്. അതിലുപരി ഒരു പൊതുജന സേവകം കൂടിയാണ്. ഒരു അല്ല, എന്നാലും എന്റെ പ്രസിഡന്റ്, തെലുങ്ക് പടത്തിലൊക്കെ എൻ ടി രാമറാവു അവതരിക്കുന്ന പോലെ സാക്ഷാൽ ദൈവത്തെ പോലെ അല്ലേ നമ്മുടെ ലൈൻമാൻ ഇവിടെ അവതരിച്ചത്? അവൻ വന്നില്ലായിരുന്നെങ്കിൽ തിരുമേന്റെ മുമ്പിൽ എന്റെ മാനം കംപ്ലീറ്റ് പോയേനെ. വലിയ തിരുമേനി ഒരു പാവമാണ്. ആ അനിയൻ തിരുമേനി പണ്ടാരത്തിനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഓ, ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. ആ പട്ടാളം വാസു പാവം കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്നതാ. അയാൾ ആ കലങ്കിൽ ഇരിക്കുമായിരുന്നു. ഏത് അനിയൻ തിരുമേനി? നീ അവിടെ ഇരിയടാ. അനിയൻ തിരുമേനിയെ കണ്ടാൽ എഴുന്നേൽക്കാത്തവർ ഈ പ്രദേശത്ത് ആരുമില്ലടാ. നീ പട്ടാളത്തിലായിരുന്നു എന്നുള്ള അഹങ്കാരമായിരിക്കും. ഒരു കാര്യവുമില്ല. അവൻ അയാളെ കണ്ട് എണീറ്റില്ലാത്രേ. ഈ പെണ്ണുമ്പുള്ള ഒറ്റ ഒരുത്തി കാരണമാ ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാത്തത്. അവരെന്ത് ചെയ്തിട്ടാ? അവര് കാരണം ലൈമേ അങ്ങ് വന്നില്ലേ? വെറുതെ ഇരിക്കട്ടോ. പച്ചമുളക് നിമിണ്ടാണ്ടിരിക്കുന്നേ. കാബേജ് ചുമ്മാരി മതിയാ. മോശം കൊറണ്ടമ്മായി നിന്റെ വേഗം എടുക്കടോ. ഏയ്, എന്താ ഇത്? അതെ, ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. എന്ത് പറ്റിയെന്ന് പറയൂ. പുതിയ ആളാ? ആള് പഴയത് തന്നെ, ഇവിടെ ഇപ്പൊ പുതിയ ആണെന്നേ ഉള്ളൂ. ഒരു കാറ്റ് വന്നാ മതി, അപ്പൊ കറണ്ട് പോവും. പിന്നെ ഈ പാടാ പോസ്റ്റ് കുലുക്കണം കറണ്ട് വരാൻ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ കുലുക്കേ? എപ്പോഴും എങ്ങനെയാ, കറണ്ട് വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വരുന്നുണ്ടല്ലേ? ഇവിടെ പല സ്ഥലത്തും കറണ്ട് വരാറേ ഇല്ല. ഏയ്, ഇത് നോക്കിട്ട് പോ. എന്ത് നോക്കാനാ? ജാംബോന്റെ കാലത്തെ കണക്ഷനാ. ഏയ്, അത്ര പഴക്കൊന്നുമില്ല. അന്നൊന്നും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. പഠിക്കാൻ ബുക്ക് തുറക്കേണ്ട താമസം. അപ്പൊ വരും കാറ്റ്, കറണ്ടും പോവും. പ്ലീസ് ഒന്ന് നോക്കിട്ട് പോവൂ. ആ, ഏതായാലും ഞാനൊന്ന് നോക്കാം. താൻ അവിടെ പോയിന്നില്ലേ? കറണ്ട് വന്നാ പറയണം. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോളെ? ആണടാ, എനിക്ക് വട്ട് തന്നെയാ. നിന്നോട് ആര് പറഞ്ഞു പോസ്റ്റ് കയറാൻ? അതെ, നിങ്ങളുടെ അനുഭവമൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. അയ്യടാ, താൻ എവിടുത്തെ ലൈൻമാൻ ആയാലും കൊള്ളാം. തന്റെ ലൈനൊന്നും ഇവിടെ വേണ്ട. പോസ്റ്റ് കയറിയിരുന്ന് എന്റെ മക്കളുടെ നേരെ കണ്ണും കൈയും കാണിച്ചാലുണ്ടല്ലോ, എറിഞ്ഞിട്ട് കണ്ണാൻ പൊട്ടിക്കും. അമ്മേ, എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പോസ്റ്റ് കയറിയത്. തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോസ്റ്റ് കയറുന്ന ലൈൻമാന്റെ പണിയാ. ആവശ്യമുണ്ടെങ്കിൽ അവൻ ഏത് പോസ്റ്റിലും കയറും. ഒരു ലൈൻമാന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ IPC 48A ബ്രീച്ച് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മ അറിയാതെ. എന്താ അറിയാതെ? നീ ബോഡിയകത്ത് ഒന്നിങ്ങോട്ട് മാറിയേ. അമ്മ, കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. അയാൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. വരും വരും, കാറ്റടിക്കുമ്പോ വരും. ഇതേ ലൂസ് കോണ്ടാക്റ്റാ.
അമ്മയ്ക്ക് സമാധാനമായല്ലോ അയാളെ പറഞ്ഞു വിട്ടപ്പോ. പോട്ടടി, ഒരു ലൈൻമാൻ പോയാൽ വേറെ ഒരുത്തം വരും. അതും അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ വരും. വരും വരും. ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വരും. ആരെ കണ്ടാലും അമ്മയ്ക്ക് ഇപ്പൊ സംശയം. അതേടി, എനിക്ക് ഇവന്മാരെ സംശയം തന്നെയാ, പ്രത്യേകിച്ച് ഈ ലൈൻമാൻമാരെ.